കഴിഞ്ഞ വർഷം 2019 ഗൂഗിൾ ഐഒ കോൺഫറൻസ് എന്നാൽ ഗൂഗിളിന്റെ ആനുവൽ ഡെവലപ്പർ കോൺഫറൻസ് ആണ്. ആ കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഗൂഗിൾ പുതിയ സോഫ്റ്റ്വെയർസ്, അതേപോലെ ഹാർഡ്വെയർസ്, അതേപോലെ പുതിയ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യും, അതേപോലെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും അത് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺഫറൻസ് ആണത്. അങ്ങനെ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത ഒരു പുതിയൊരു പ്രോജക്റ്റ് ആണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. 3D അനിമേഷൻ അതേപോലെ തന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ ഒരു ടോപ്പിക്. ഇതിനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് അപ്ലിക്കേഷനോ സോഫ്റ്റ്വെയറോ ഒന്നും തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് നിങ്ങൾക്ക് വേണ്ടത് AR സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും iOS അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഡിവൈസ് ആണ്. ആൻഡ്രോയിഡ് ആണെങ്കിൽ മിനിമം 7.0 അല്ലെങ്കിൽ iOS ആണെങ്കിൽ മിനിമം 11.0 വേർഷൻ ആയിരിക്കണം. മൊത്തം 24 തരം മൃഗങ്ങളാണ് നിലവിൽ അതിലുള്ളത്. അതേപോലെ തന്നെ പ്ലാനറ്റ്സ് ഉണ്ട്, ചില നാസ ഒബ്ജക്ട്സും പിന്നെ ഹ്യൂമൻ സ്കെലറ്റണും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാനിവിടെ പെൻഗ്വിൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെർച്ച് ചെയ്തതിന് ശേഷം താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ വ്യൂ ഇൻ 3D എന്ന് കാണും. എന്ത് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ പെൻഗ്വിൻ. അപ്പോൾ ഇത് റിയൽ സൈസ് ആയിട്ടാണ് നമുക്കിവിടെ വരിക. ഇതെന്ത് ചെയ്യുക, ഇതാണ് നമ്മുടെ പെൻഗ്വിൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വലുതാക്കും ചെയ്യാം, ചെറുതാക്കും ചെയ്യാം. കണ്ടോ, കുഞ്ഞി സാധനം ഇപ്പോൾ കാണുന്നില്ല, പോയി 5% മിനിമം. ഒരു മാക്സിമം നമുക്ക് ഒരു 500% മുകളിൽ പോകുന്നുണ്ട്. കണ്ടല്ലോ, അത് നമുക്കിതിങ്ങനെ എവിടെ വേണം മാറ്റി വെക്കും ചെയ്താണ്ട് ഇതിങ്ങനെ മാറ്റി വെക്കുക. പിന്നെ അത് തിരിക്കാൻ പറ്റും, ഇങ്ങനെ തിരിക്കാനും പറ്റും. നമുക്ക് ഹ്യൂമൻ സ്കെലിട്ടൺ നോക്കാം. ഹ്യൂമൻ സ്കെലിട്ടൺ നോക്കാം. എൻ്റെ കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വ്യൂ ഇൻ 3D കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യാം. കണ്ടില്ല, ആശ ചെറുതാക്കല്ല, നമ്മൾ ഈ സ്പേസ് ശേഷം ഒന്ന് ചെറുതാക്കി വെക്കാം. ഉണ്ടല്ലോ, കംപ്ലീറ്റ് റിയൽ ലൈഫാണ്. എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിന്ന് മുകളിലേക്ക് വരെ എന്തൊക്കെ ഉണ്ടോ എല്ലാം കാണാൻ പറ്റും. ഓക്കെ, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ എടുക്കാനും പറ്റില്ല. ഫോട്ടോ എടുക്കും. ആ ഫോട്ടോ പിന്നെ നമ്മൾ ഗാലറിയിൽ സേവ് ആകും ചെയ്യാണ്ടല്ലോ. പിന്നെ നമുക്ക് പ്ലാനറ്റ് നോക്കാം, നമുക്ക് പ്ലൂട്ടോ നോക്കാം. പ്ലൂട്ടോ 3D പ്ലാനറ്റിന് ഇവിടെ 3Dയും കൂടി അടിച്ചു നോക്കണം, അല്ലെങ്കിൽ കിട്ടാൻ പ്രയാസമാണ്. ഇതിപ്പോൾ നാസയാണ് ഡയറക്റ്റ്ലി ഇത് ചെയ്തേക്കണം. നാസയും ടെക്നോളജിയും കൂടിയാണ് ഇതിലുള്ളത്. അപ്പോൾ നിൽക്കുക, ഉണ്ടല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്ലൂട്ടോ ഉണ്ട്, പക്ഷെ വിചാരിച്ചതിനെക്കാട്ടും വലുതാണ്, കണ്ടല്ല. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലൂട്ടോയിൻ്റെ ആ ഒരു സർഫസ് ഇത് കാണിക്കുന്നുണ്ട്. എന്താണ് കുറേ ഒന്ന് കുമ്പാന്ന് തോന്നി കാണുന്നത്, ആ ഒരു സർഫസ് ഇത് കാണിക്കുന്നുണ്ട്. പ്ലൂട്ടോയുടെ ആ ഒരു സർഫസും കാര്യങ്ങളൊക്കെ. മാർസ് നോക്കിയാലോ, എന്താ മാർസ് മുകളിൽ തന്നെ ഉണ്ട്, താഴോട്ട് പോകണ്ട. വ്യൂ ഇൻ 3D. ഇതാണ് ചൊവ്വ. ഇതിൽ വെള്ളമുണ്ടോ നോക്കിയാലോ, ഇത്ര കഷ്ടപ്പെട്ട് അവിടെ വരെ പോകണ്ടല്ലോ. ഉണ്ടല്ലോ, ആ ഒരു റിയൽ ഒരു മാർസ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ വീണ്ടും ഫോട്ടോ എടുക്കുക. ഓപ്പൺ നോക്കി കഴിഞ്ഞാൽ നമ്മളെ ഗാലറിയിൽ ഇത് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, നിങ്ങൾ സൂര്യൻ്റെ താഴെ സൂര്യ വെളിച്ചം അമിതമായിട്ടുള്ള ആ ഒരു പ്രദേശം, അതേപോലെ ഭയങ്കരമായിട്ട് വെളിച്ചമൊക്കെ ഉള്ള ഒരു ഏരിയയിൽ പോയി വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നില്ല. പിന്നെ ഫ്ലാറ്റായ സർഫസാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ ജീവികളും ഏതൊക്കെ പ്ലാനറ്റൊക്കെയാണ് നമുക്ക് ഇതിൽ സെർച്ച് ചെയ്യാൻ പറ്റാൻ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത് ഏത് പ്രായക്കാർക്കും ആസ്വദിക്കാവുന്ന ഒരു
പുതിയൊരു ടെക്നോളജിയാണ്. ഒരുപാട് യൂസ്ഫുൾ ആണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പഠനമൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുന്ന ഒരു പുതിയൊരു കണ്ടുപിടുത്ത പുതിയ ടെക്നോളജിയാണ് ഇത് ഗൂഗിളിൻ്റെ ഭാഗത്തുനിന്ന്. ഞാൻ എൻ്റെ വീട്ടിലല്ല, വേറെ ഒരാളുടെ വീട്ടിലുള്ളത്, അതുകൊണ്ടാണ്. പിന്നെ ഏതായാലും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് താഴെ കമൻറ്റ് ചെയ്യുക. ശരി, മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.